പ്രിയപ്പെട്ട ഡയറക്ടർ മഹേഷ് നാരായണൻ സാറേ, ദയവേദി ഇത്തരത്തിലുള്ള സിനിമയൊന്നും പിടിച്ചു കളയല്ലേ. അതിനകത്ത് ഒരു ചുക്കും ചുണ്ണാമും ഉണ്ടാക്കിയിട്ടില്ല. പക്ക ഫ്ലോപ്പ്. തിയേറ്റർ കൊണ്ട് ഇന്റർവെൽ വരെ കണ്ടു. കാരണം എന്തറിയാവോ, ഈ ഇന്റർവെല്ലിലാണോ ഇന്റർവെല്ലിന് ശേഷമാണോ ലാലേട്ടം വരുന്നൊരു കട്ട വെയിറ്റിംഗ് ആയിരുന്നു. പടം ബിലോ ആവറേജ്. ബാഡ് റേറ്റിൽ വന്ന് ഞങ്ങൾ കാറിലാണ് വന്ന് സുഹൃത്തിന്റെ കൂടെ. തൽക്കാലം ഇതിന്റെ ഒരു ക്ഷീണം മാറ്റാൻ പെട്ടി ഓട്ടോറിക്ഷ പിടിച്ച് പോയാൽ കൊള്ളാമെന്നുള്ള തോന്നുന്നു. ഒരു ഇഷ്ടപ്പെട്ടു. എപ്പോഴും അറിയാവോ, ആദ്യ ഹാഫ് തൊട്ട് ഒരു ഇന്റർവെൽ വരെ ഒരു ഉറക്കത്തിന്റെ ഫീൽ വന്നു. ഇനിയിപ്പോ ഉറങ്ങിയാണ് കണ്ടെങ്കിൽ ഞാൻ റിവ്യൂ പറയുമ്പോൾ എല്ലാവരും എന്നെ നെഗറ്റീവ് കമന്റ്സ്. ഞാൻ കണ്ടു, എന്റെ ഗതികേട് കൊണ്ട് ഇന്റർവെൽ വരെ കണ്ടു. കാരണം എന്തറിയാവോ, ഈ ഇന്റർവെല്ലിലാണോ ഇന്റർവെല്ലിന് ശേഷമാണോ ലാലേട്ടം വരുന്നൊരു കട്ട വെയിറ്റിംഗ് ആയിരുന്നു. അദ്ദേഹം വന്നു രോമാഞ്ചകഞ്ചികമായി ഒരു അരമണിക്കൂർ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം 18 വർഷങ്ങൾക്ക് ശേഷം എന്റെ പ്രിയപ്പെട്ട ഡയറക്ടർ മഹേഷ് നാരായണൻ സാറേ, ദയവേദി ഇത്തരത്തിലുള്ള സിനിമയൊന്നും പിടിച്ചു കളയല്ലേ. കാരണം മലയാളികൾ വലിയ കൊമ്പം പ്രതീക്ഷയിലാണ് വരുന്നത്. കൊമ്പൻ ഡിസ്റ്റോടുകൂടിയാണ് വന്നത്. ഇതിനകത്ത് ഒരു ചുക്കും ചുണ്ണാമും ഉണ്ടാക്കിയിട്ടില്ല. പക്ക ഫ്ലോപ്പ്. നയൻതാരയെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ ആവശ്യമേ ഇല്ല. നിങ്ങൾ കണ്ടു വിലയിരുത്തു പ്രേക്ഷകരെ. ഒന്നുമില്ല. കൊള്ളാം, സൂപ്പറാണ്. കാരണം അവരവർക്ക് കിട്ടിയിട്ടുള്ള ഹാൻഡിൽ, അവരവർക്ക് റോൾ പക്ക ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പടത്തിന്റെ തീം, മെസ്സേജ്, ആ മെസ്സേജ് എത്രത്തോളം സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു വിഷയം സിനിമയിൽ കൊണ്ടുവരുമ്പോൾ അത് ജനങ്ങൾ എത്രത്തോളം ആഴത്തിൽ പതിക്കണമെന്നുള്ളത് മാത്രം ഇതിനകത്ത് വർക്ക്ഔട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ. 100 കോടി കിട്ടുമോ? മമ്മൂക്കയുടെ 100 കോടി ലാലേട്ടന് പറ്റും. പക്ഷെ അത് മഹേഷ് നാരായണൻ കൂടെ വിചാരിക്കണ്ടായിരുന്നു. ലാലേട്ടനെ കൊണ്ടുവന്നാൽ കിട്ടുന്ന അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യത്തെ ഹാഫ് കാണാൻ വരണ്ട. രണ്ടാമത്തെ ഹാഫ് ലാലേട്ടനെ കാണാൻ കണ്ടുകൊണ്ടിരുന്നതിന് അരമണിക്കൂർ ഫുൾ ത്രിൽ, ഫുൾ എൻജോയ്മെന്റ്. ലാലേട്ടൻ, ഞാൻ ചോദിച്ചോട്ടെ, ലാലേട്ടൻ ഉള്ളത് കൊണ്ട് മാത്രം 100 കോടി കിട്ടിയാൽ അതിന് ലാലേട്ടൻ ഒറ്റയ്ക്ക് അഭിനയിക്കണം. ഓക്കെ.